ഹലോ അസ്സലാമു അലൈക്കും. ഞാനും ഉമ്മയും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. അങ്ങനെ എവിടുന്ന് കഴിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു പുതിയ ലെബനീസ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചത്. പുതിയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ തിരക്ക് അത്യാവശ്യം നല്ല കുറവായിരുന്നു. മാത്രമല്ല അതൊരു എക്സ്ക്ലൂസീവ് ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ് ആയിരുന്നു കേട്ടോ. ഉമ്മാക്കാണെങ്കിൽ അറബിക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഉമ്മാക്കൊരു അടിപൊളി ട്രീറ്റ് തന്നെ കൊടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ഞാൻ ഉപ്പനെ കുറേ വിളിച്ചു കേട്ടോ. പക്ഷേ ഉപ്പ ഭയങ്കര ബിസിയാണ്, അന്നേരം എന്തായാലും അവിടെ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു ഗാലറിയിൽ ഒരുപാട് ഐറ്റംസ് അവർ ഡിസ്പ്ലേ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ജിലേബി ചെറിയ സോസറിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ അതിനൊരെണ്ണം എടുത്തിട്ട് ഉമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ വേറൊരു ലെവലായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മ ടേസ്റ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും ടേസ്റ്റ് ചെയ്തു കേട്ടോ. സംഭവം ഭയങ്കര സ്വീറ്റാണ്. സ്വീറ്റ് പിന്നെ സ്വീറ്റ് ആയിരിക്കൂലേ എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്, പക്ഷേ അതൊരു തലക്ക് കയറുന്ന മധുരമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2-3 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹെവി ആവില്ല എന്ന് വിചാരിക്കണോ, കാരണം ഫിനിഷ് ചെയ്യാൻ ഞാനും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു 3 ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അവരുടെ സ്പെഷ്യൽ മട്ടൻ സമൂസയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചീസി സ്പ്രിംഗ് റോൾസ്. പിന്നെ 3-മത്തെ ഐറ്റം എന്താണെന്ന് അറിയണ്ടേ, ഹുമ്മൂസ് വിത്ത് ബീഫാണ് കേട്ടോ. അതിൻ്റെ കൂടെ 2 ഖുബൂസ് കോംപ്ലിമെൻ്ററി ആയിട്ടും ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ടേസ്റ്റിങ്ങിലേക്ക് കടന്നാലോ. സാധനം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ആദ്യം ഞാൻ ഉമ്മാനെ കൊണ്ടാട്ടോ ടേസ്റ്റ് നോക്കിച്ചത്. ഇതാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ മട്ടൻ സമൂസ. മട്ടൻ കീമാണ് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. വേറെ പ്രത്യേകിച്ച് മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ആ മട്ടൻ ഭയങ്കര ഫ്ലേവർഫുള്ളായിരുന്നു. മാത്രമല്ല ആ ഒരു സമൂസൻ്റെ കോട്ടിങ്ങൊക്കെ ഭയങ്കര ക്രിസ്പി ആയിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് ഉമ്മാൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കിയാലോ. ഉമ്മക്ക് വലിയ എക്സ്പ്രഷൻ ഒന്നും ഇടാൻ അറിയില്ല, പക്ഷേ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ അതൊരു തംസപ്പിലൂടെ എന്നെ അറിയിച്ചു കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു സ്പ്രിംഗ് റോൾ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചീസ് ഫില്ലിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ ഈ സ്പ്രിംഗ് റോളിൻ്റെ കോട്ടിംഗ് ഒക്കെ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. മാത്രമല്ല ഇതിലുള്ള ചീസിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര എൻഹാൻസ്ഡ് ആയിരുന്നു. അങ്ങനെ കുടിക്കാനായിട്ട് ഉമ്മ ഒരു ജ്യൂസും ഞാനൊരു ചായയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചായൻ്റെ കളറും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഉമ്മ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫ്രഷ് മുസംബി ജ്യൂസാണ് കേട്ടോ. വേണമെങ്കിൽ പ്യോർ എന്ന് പറയാം. അതിൽ എക്സ്ട്രാ വാട്ടറോ ഷുഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് ഞാൻ ക്യാമറ ഉമ്മാക്ക് കൈമാറിയിട്ടുണ്ട്. ഉമ്മാക്ക് ഇതിന് മുന്നേ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോ ഒന്നും പരിചയമില്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഉമ്മ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പം ഞാൻ അടുത്ത ഐറ്റം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വീഡിയോ എടുക്കുന്നത് ഉമ്മയും. നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ബീഫും ഹുമ്മൂസും ഹുബൂസുമുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഫലാഫിൽ കഴിക്കാനുള്ള അടങ്ങാത്തൊരാഗ്രഹം വന്നു. പക്ഷേ ഫലാഫിൽ ഇവിടെ ഒറ്റയ്ക്കില്ല, ഇതുപോലെ സാലഡിൻ്റെ കൂടെയുള്ളൂ. അങ്ങനെ നമ്മളതും കഴിച്ചപ്പോഴത്തേക്കിനും ഏകദേശം 2 ആളും ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴാണ് ഒരറ്റം മുതൽ വേറൊരു അറ്റം വരെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബക്ലാവാസ്, മമൂൽ, ബസ്ബൂസ, അങ്ങനെ ഇവരുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള എല്ലാ സ്വീറ്റ്സും അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ അധിക സമയം നിന്നില്ല കേട്ടോ, നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.